പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതും സ്നേഹിച്ചതും നമ്മെ നമ്മുടെ കുടുംബത്തെയൊക്കെ ദൈവ പൈതലാക്കി വെച്ചതിൻ്റെ കാരണം എന്താണ്? ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത അതായിരിക്കണം. നമുക്ക് ലോകത്തിന് കൊടുക്കാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? എന്താണ് ദൈവം നമ്മളിൽ കൂടി ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി? എന്താണ്? നമ്മൾ വിഭാവനം ചെയ്യുന്നതെല്ലാം നമ്മളും നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഐശ്വര്യമുള്ളവരാകണം, സങ്കടങ്ങൾ ഒഴിഞ്ഞ് ജീവിക്കണം, ശത്രുത ഒഴിഞ്ഞ് ജീവിക്കണം, സമാധാനമുള്ളൊരു ജീവിതമുണ്ടാകണം, സമ്പന്നമായ ഒരു ഐശ്വര്യപൂർണമായ ഒരു ഭാവി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം. നല്ല ഭവനം വേണം, നല്ല വാഹനം വേണം, ആരോഗ്യം വേണം, വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം, നല്ല സമ്പത്ത് വേണം. ആഗ്രഹിക്കുന്നതൊക്കെയും നമുക്ക് കിട്ടണം. ഓരോ പ്രഭാതത്തിലും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളാണ്. ദീർഘായുസ്സ് ചോദിക്കും, നമ്മളോട് പോരാടുന്നവരെ ശത്രു സംഗ്രഹം ചോദിക്കും, അങ്ങനെ സമ്പത്ത് ചോദിക്കും, എല്ലാം ചോദിക്കും. ദൈവത്തോട് ഓരോ കാര്യങ്ങളും നമ്മൾ സങ്കടത്തോടുകൂടെ പറയും, എനിക്ക് ഇന്നത് വേണം. എന്നാൽ സ്വർഗം നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിനക്കെന്ത് കൊടുക്കാൻ കഴിയും? നമുക്കെന്ത് കൊടുക്കാനാ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കർത്താവേ, എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നവരെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിന് അവരെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ലോകത്തിന് നമ്മൾ ചില സമ്മാനങ്ങൾ കൊടുക്കണം. എന്ത് സമ്മാനം? നമ്മൾ കൊടുക്കുന്നതായ, നമ്മൾ ഒരു വിശേഷ അതിഥിയെ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു എന്നിരിക്കട്ടെ. നമ്മുടെ ഒരു കടയിൽ പോയി നമ്മളൊരു സമ്മാനം വാങ്ങിയാൽ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്? ആരും കൊണ്ടുവരാത്ത ഒരു പുതിയ സമ്മാനമായിരിക്കണം നമ്മുടെ സമ്മാനം. എല്ലാവരും കൊടുക്കുന്നത് ഞാൻ കൊടുക്കാൻ പാടില്ല. ഞാൻ കൊടുക്കുന്ന സമ്മാനത്തിനൊരു വിശേഷതയുണ്ടായിരിക്കണം, ഒരു അത്ഭുതകരമായ ഒരു സമ്മാനമായിരിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ? അതുപോലെ തന്നെ ദൈവം നമ്മളിൽ നിന്നും ചിലതൊക്കെ ആഗ്രഹിക്കുന്നു. ആർക്കും കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തിന് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും. ഈ ഭൂമിയിൽ അനേകർ കഷ്ടതയിലും നഷ്ടത്തിലും അസമാധാനത്തിലും രോഗത്തിലും ദുരിതത്തിലും അനേക യാതനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ മാത്രം ലോകത്തിൽ ശോഭിപ്പിച്ച് പ്രകാശിപ്പിച്ച് ജീവിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളവരുടെ ദേശത്ത് കണ്ടെത്താൻ കഴിയാത്തതായ ഒരു സംഗതി ജീവിക്കുന്നവർക്ക് കൊടുക്കുവാൻ കഴിയണം. ക്രിസ്തുവിന് മുമ്പ് ഇയ്യോബ് എന്ന് പറയുന്നതായ ഭക്തൻ താൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ജ്ഞാനം എവിടെ കിട്ടും? അതിന് ഉത്ഭവസ്ഥാനം എവിടെ? ഓരോ ഇടങ്ങളും താൻ പറയുകയുണ്ടായി, ചന്തയിൽ പോയാൽ അതിന് എന്ത് വിലയുണ്ട്? മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഭാവിച്ചാൽ ആ സംഗതി കിലോയ്ക്ക് അല്ലെങ്കിൽ ഗ്രാമിന് എന്ത് വില വെച്ച് കിട്ടും? എന്ത് വില കൊടുത്താൽ അത് കിട്ടും? ഒരു മനുഷ്യൻ, വലിയ സമ്പന്നനായ മനുഷ്യൻ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു, ജ്ഞാനമുണ്ടോ, വിവേകമുണ്ടോ, നിങ്ങൾ ചോദിക്കുന്ന പണം തരാം എന്നൊക്കെ അങ്ങോട്ട് അനൗൺസ് ചെയ്ത് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്താൽ ആര് കൊണ്ടുവരും ജ്ഞാനം? അങ്ങനെ ആർക്കും കൊണ്ടുവരുവാൻ കഴിയാത്തതായ ഒരു ജ്ഞാനം
വിവേകം ഭൂമിയിലെങ്ങും അവൈലബിൾ അല്ലാത്തതായ ഒരു സാധനം ദൈവഭക്തന്മാർക്ക് ദൈവമക്കളുടെ കയ്യിൽ ദൈവം കൊടുത്തിട്ട് അത് നിങ്ങൾ സകലർക്കും സപ്ലൈ ചെയ്യണം എന്ന് അരുളി ചെയ്ത വചനമാണ് സുവിശേഷം. ക്രിസ്തു യേശുവിൽ കൂടെ അതാണ് കർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്. അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിനോടുള്ളതായ ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്നവൻ മനുഷ്യനോട് അരുളി ചെയ്തു. എന്നാൽ കർത്താവിനോടുള്ള ഭക്തി കാണിക്കുന്നതിന് പകരം മനുഷ്യൻ ജ്ഞാനമന്വേഷിച്ച് നടക്കുകയാണ്. വിവേകം എവിടെ കിട്ടും? ജ്ഞാനം എവിടെ കിട്ടും? കർത്താവിനോടുള്ളതായ ഭക്തി, സ്നേഹം, ആരാധന, സൃഷ്ടാവിനെ കുറിച്ചുള്ളതായ ഒരു പരിജ്ഞാനം പ്രാപിക്കുന്നതിന് പകരം മനുഷ്യൻ അനേക കുറുക്ക് വഴികൾ ചിന്തിച്ച് ജ്ഞാനവും വിവേകവും ലഭിക്കുന്ന അനേക സമ്പന്നമായ വഴികളിലെ ഒക്കെ അന്വേഷിച്ചു. അവിടെ ഇയ്യോബ് വളരെ ജ്ഞാനത്തോടുകൂടെ ഒരു രഹസ്യം നമ്മോട് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അതിൻ്റെ 19-ാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തുന്നു, കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല, തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതല്ല. എന്താണ് ഈ കൂശിലെ പുഷ്പരാഗം? നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കൂശ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്യോപ്യ രാജ്യത്തെ വളരെ വിലയേറിയതായ ഒരു രത്നമാണ് പുഷ്പരാഗം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുമ്പോൾ പുതിയ യെരുശലേമിൻ്റെ 9ാമത്തെ അടിസ്ഥാനം പുഷ്പരാഗമാണ്, ടോപ്പാസ്. അതെവിടെയാണ് ഉത്ഭവിക്കുന്നത്? കൂശിൽ, എത്യോപ്യയിൽ. നിങ്ങൾ എത്യോപ്യരായ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? കറുത്തവർഗം, ഹാമിൻ്റെ സന്തതികൾ, എല്ലാവരും കറുത്തവർ. മാനുഷികമായ രീതിയിൽ വെളുത്തവരുടെ നോട്ടത്തിൽ, വലിയ ഗംഭീരന്മാരുടെ നോട്ടത്തിൽ അവർ ഏതുമില്ല, ഒന്നുമില്ലാത്തവർ, സൗന്ദര്യമില്ലാത്തവർ, ലോകത്തിൽ പ്രശസ്തി അധികമൊന്നും നമ്മൾ കൊടുക്കാത്തവർ. പക്ഷെങ്കിൽ അവരുടെ മധ്യത്തിൽ, അവരുടെ മണ്ണിൽ ദൈവം ടോപ്പാസ് പുഷ്പരാഗത്തെ മറച്ചു വെച്ചു. ദൈവത്തിൻ്റെ നഗരവീഥിയും പണിയുമ്പോൾ അതിൻ്റെ മതിലിൻ്റെ പണിക്കായി അങ്ങനെ മറച്ചു വെച്ച സൗന്ദര്യമില്ലാത്ത ദേശത്ത് നിന്ന് ദൈവം മഹത്തുക്കളെ കൊണ്ടുവരുന്നു. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം പുതിയ ജെറുസലേമിലേക്ക് കൊണ്ടുവരുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം ചില പുഷ്പരാഗങ്ങളെ ഒളിച്ചു വെച്ചു. യഹോവയോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, നീതി ദോഷമകന്ന് ദൈവസന്നിധിയിൽ ദൈവഭക്തി നീതി കാട്ടുന്ന മനുഷ്യരാരോ അവിടെ വിവേകം ഉത്ഭവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യൻ പുതിയ ജെറുസലേം കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ പേരാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച്. അവനെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതൻ ഒരു ഉയർന്ന വൻമലയിൽ കൊണ്ടുപോയി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. തന്നെ പട്ടണവും നഗരവും സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന, അല്ലെങ്കിൽ നാം എല്ലാം പ്രത്യാശിക്കുന്നതായ ആ പട്ടണത്തെ, അതിൻ്റെ ചുറ്റും കിടക്കുന്ന മതിലിനെയൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ കാണിക്കാൻ കൊണ്ടുപോയ ദൂതൻ്റെ കയ്യിൽ പൊന്നുകൊണ്ടുള്ളതായ ഒരു ചെങ്കോലുണ്ട്, മുഴങ്കോലുണ്ട്. അതുകൊണ്ടാണ് അളക്കുന്നത്. വിശുദ്ധിയുടെ മാർഗം, പരിശുദ്ധിയുടെ ഭാഷയിൽ അളവ്. താൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ നഗരം മുഴുവനും സമചതുരമായി കിടക്കുന്നു. അയ്യോ, ഈ ഭൂമിയിൽ വെച്ച് സമത്വമില്ലാത്തവൻ സ്വർഗത്തിലെ സമചതുരത്തിൽ എങ്ങനെ വസിക്കും? ഈ ഭൂമിയിൽ വെച്ച് സമത്വ ചിന്താഗതി ഇല്ലാത്തവൻ, വേറുകൃത്യം കാണിക്കുന്നവൻ, കൂശിനെയും അമേരിക്കയെയും വെളുത്തവനെയും കറുത്തവനെയും
ഭാഷാടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേർകൃത്യം കൽപ്പിച്ച് നിന്റെ സഹോദരനോട് നല്ല വാക്ക് പറയുവാൻ പോലും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൂശിലെ പുഷ്പരാഗം കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? അവിടെ ഒളിച്ചു വച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ മഹത്വത്തെ, അതിന്റെ മഹാത്മ്യത്തെ കാണുവാൻ നിനക്കിന്റെ കണ്ണുകൾ എങ്ങനെ പ്രകാശിപ്പിക്കപ്പെടും? നാം പ്രസംഗിക്കുന്നതും ആശിക്കുന്നതുമായ ആ വലിയ പുതിയ ജെറുസലേമിന്റെ മതിൽ സമചതുരമായി കിടക്കുന്നെന്ന് പോലും, സമചതുരത്തിൽ പോയി പാർക്കുവാൻ സമത്വത്തിൽ ജീവിച്ച വിശുദ്ധന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സമത്വത്തിന്റെ ആദർശം പ്രചരിപ്പിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിനോടുള്ളതായ ഭക്തി ആര് നിലനിർത്തുന്നുവോ, ദോഷമകന്ന് ഭക്തി പൂണ്ട ജീവിതം, ദൈവത്തോട് നീതിപൂർണമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന മനുഷ്യനാരോ അവരാണ് സമചതുരമായ പട്ടണത്തിൽ വസിക്കുവാൻ പോകുന്നത്. നമ്മുടെ ആശ മുഴുവനും അതുതന്നെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. കൂശിലെ പുഷ്പരാഗത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? സമചതുരമായ പട്ടണത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. നീ പല രീതിയിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ജ്ഞാനത്തെയും വിവേകത്തെയും കുറിച്ച് നീ പ്രസംഗിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്, ധാരാളം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. എവിടെ കിട്ടും അത്? ജീവനുള്ളവരുടെ ദേശത്തൊന്നും അത് കിട്ടത്തില്ല എന്ന് യോബ് പറയുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സ്ഥാനം കാണിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്ന് നിന്നെ സ്നേഹിച്ചത്, എന്നെ സ്നേഹിച്ചത്, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത്. കർത്താവിൽ കൂടെയുള്ളതായ ഭക്തിയും തെരഞ്ഞെടുപ്പും അവൻ്റെ സ്നേഹത്തെയും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചത് നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടിയല്ല പ്രിയരെ. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ലഭിക്കാത്തതായ ചില കാര്യങ്ങൾ ദൈവമക്കളിൽ കൂടെ ലോകത്തിന് ലഭിക്കണം. അതിനുവേണ്ടി രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവന് അത് നൽകണം. നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവന് അത് നൽകണം. കൂശിലെ പുഷ്പരാഗത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും സമചതുരമായി കിടക്കുന്ന നഗരത്തിൻ്റെ മതിലിനെ കുറിച്ചും നിനക്കൊരു ജ്ഞാനം, നിന്റെ കണ്ണ് പ്രകാശിപ്പിക്കപ്പെടുമ്പോഴാണ് ജ്ഞാനവും വിവേകവും നൽകുന്ന ഒരു വ്യക്തിത്വമായി ഈ ഭൂമിയിൽ ശോഭിക്കുവാൻ നമുക്ക് കഴിയുക. നമ്മുടെ പ്രഭാതത്തിൽ നമുക്ക് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് നാം ഓരോരോ അപേക്ഷകൾ ചോദിക്കുമ്പോൾ, ദീർഘായുസ് ചോദിക്കുമ്പോൾ, സൗഖ്യം ചോദിക്കുമ്പോൾ, ധനവും മഹത്വവും ജോലിയും പണവും സകല സൗകര്യങ്ങളും നീ ചോദിക്കുമ്പോൾ, ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് തിരിച്ചു ചോദിക്കും. ലോകത്തിന് കൊടുക്കുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ദരിദ്രന് കൊടുക്കുവാൻ നിനക്കെന്തുണ്ട്? നീ സമ്പത്ത് വാരി കൊടുക്കണ്ട, പണം വാരി കൊടുക്കണ്ട. പക്ഷെങ്കിൽ നീതിപൂർണമായ ഒരു ജീവിതത്തിൻ്റെ അംശിയായി, ദർശനമുള്ള വ്യക്തിയായി നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും സമത്വപൂർണമായ ഒരു വാക്ക്, സമത്വപൂർണമായ ആദർശം, സമത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നതായ ഉപദേശം, സമത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നതായ ഒരു ചിന്താഗതി, ആ ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അതാണ് കർത്താവിനോടുള്ളതായ ഭക്തി. അന്ന് ഒരു മനുഷ്യൻ ജ്ഞാനവും വിവേകവും അന്വേഷിച്ച് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയാൽ അത് ക്രിസ്തുയേശുവിൻ്റെ മക്കളായി, ദൈവമക്കളായി തീർന്ന നിന്നെ ലോകം ചൂണ്ടിക്കാണിക്കും. ഇതാ ഇവിടെ കിട്ടുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ദേഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഭാഗ്യമുള്ളവരാക്കി തീർക്കട്ടെ, യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.